ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മോട് സംസാരിച്ചു വരുന്ന ദൈവശബ്ദങ്ങൾ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം ത്തിൽ നിന്നാണ്. 2-ാം അധ്യായം Colossians chapter 2 verse 1 and 2. അതിനെപ്പറ്റി അവിടെ നിന്നാണ് നാം ഞായറാഴ്ചയിൽ നിരന്തരമായി സംസാരിച്ചു വരുന്നത്. We've been constantly talking about for the past few weeks from Colossians chapter 2 verses 1 and 2. മതി, ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്നൊരു ചിന്തയാണ് പറഞ്ഞു വരുന്നത്. We have been constantly thinking about how great of a struggle I have for you. വളരെ ശ്രദ്ധിച്ച് ദിവസങ്ങളിൽ ഇരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. I hope you all are paying attention. പ്രാർത്ഥനയെ പറ്റിയാണ് നാം ആത്മാവിൽ വളരെ ഗൗരവമായി ചിന്തിച്ചു വരുന്നത്. We've been talking very seriously about the topic of prayer. എന്താണ് പ്രാർത്ഥന? What is prayer? പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള ബന്ധം എന്താണ്? How do we get a relationship within that prayer? ഫെലോഷിപ്പ്, അഗാപെറ്റോസ്, ആ ഒരു പ്രിയ പുത്രൻ എന്നൊരു നിലവാരത്തിൽ നാം ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. The agapetos or the constant fellowship among us. കുറച്ചുകൂടെ ഗൗരവമായിട്ടുള്ള ആഴത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ കുറച്ചുകൂടെ നമ്മൾ നടത്താൻ I want to പോകുകയാണ്. go in a deeper level according to how the Holy Spirit moves today. നമുക്കൊരു പ്രാർത്ഥനാ വീരന്മാരായി വീരമതികളായി നമുക്ക് മാറിയേ പറ്റത്തുള്ളൂ. We need to become fellow brothers or sisters in prayer here these days. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എത്ര എനിക്കൊരു പ്രാർത്ഥനാക്കാരനാകണമെന്ന്? How many of you have a desire to become a prayerful man? നമ്മുടെ എല്ലാം ആഗ്രഹം അതാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുക തന്നെ ചെയ്യും. That's the desire of us, that the Holy Spirit move that into കാരണം us. പ്രാർത്ഥന കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തി എന്ന് പറയുന്നത്, മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, പ്രാർത്ഥന കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തി എന്ന് പറയുന്നത് സ്തോത്രം ശത്രുവിന് അത്രത്തോളം ഭയമാണ് അങ്ങനെ ഒരു വ്യക്തിയുടെ അടുത്ത് വരുവാൻ. Once a woman or a man has prayer in their life, that's so much harder for the devil to approach us. അതുപോലൊരു സ്പിരിച്വൽ വാർഫെയർ ആണ് പ്രാർത്ഥന എന്ന് When we പറയുന്നത്. go into prayer, there's a spiritual warfare that starts to ആ happen. ചിന്തകളൊക്കെ എന്നിട്ട് പകൽക്കാലം ചിന്തിക്കാൻ Those are പോകുന്നു. thoughts I want to share with you all അതുകൊണ്ട് today. നിങ്ങളുടെ പ്രാർത്ഥന മുറി എന്താണെന്ന് പകൽ ആത്മാവിൽ മനസ്സിലാക്കണം. We need to understand the Holy Spirit. What is our prayer room today? മക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾ ഒരു കട്ടിലിരുന്നായിരിക്കും പ്രാർത്ഥിക്കുന്നത്, തറയിരുന്നായിരിക്കും പ്രാർത്ഥിക്കുന്നത്, ചേറിയിരുന്നായിരിക്കും, എവിടെ ഇരുന്നാലും ആ പ്രാർത്ഥനകൾ എന്താണെന്ന് പകൽ മനസ്സിലാക്കണം. Wherever you are praying today, you need to understand what that prayer is. ഇവിടാണ് നാം ചിന്തിച്ചു വരുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം പോരാടുന്നു. As we've been thinking, I have a great struggle for you. how hard I am contending How for you. hard am I contending for you? പൗലോസ് കൊലോസ്യയിലുള്ള സഭയ്ക്ക് ഈ ലേഖനം എഴുതുകയാണ്. So Paul is writing this to the church of Colossia. ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറഞ്ഞൊരു കാര്യം, ഞാൻ ലവോദിക്കയുള്ള സഭയ്ക്കും കൊലോസ്യ സഭയ്ക്കും മുഖാമുഖം കണ്ടിട്ടില്ലാത്തവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. He is writing this to those Laodicea, those in Colossia, and those who he hasn't seen face to അപ്പോൾ face. പൗലോസേ, നീ എങ്ങനെയാണ് ഒരു സാധാരണ വ്യക്തിയിൽ നിന്ന് ഒരു അസാധാരണമായ പ്രാർത്ഥനാ ലെവലിലേക്ക് പൗലോസ് കയറിയത്? So how Paul, as a normal man, how did you get into the extraordinary എൻ്റെ lifestyle കൂടെ of ഇന്ന് പകൽ prayer? എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഈ വചനം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയോടൊപ്പം എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ പ്രാർത്ഥന പുതപ്പ് നമ്മുടെ മേൽ കർത്താവ് തീർച്ചയായിട്ടും ആ അഭിഷേകത്തെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കും. As I'm talking about this, I know 100% assurance that the Holy Spirit will fall upon us കാരണം today. വളരെ ദൈവനിയോഗം പ്രാപിച്ചട്ടെ ദൂതമായി നിങ്ങളുടെ മുമ്പിൽ As നിൽക്കുന്നത്. I've heard this voice from the God is why I am sharing this to പരിശുദ്ധാത്മാവ് you. ഇന്ന് പകൽ നമ്മെ തൊടുന്ന പകലായിരിക്കും. It's a day that the Holy Spirit will touch me and you എങ്ങനാ today. പൗലോസ് വലിയൊരു വ്യക്തിയാണെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ഇന്ന് പറയാൻ കഴിയും. പക്ഷേ ദമസ്കോസിന്റെ പടിവാതിൽ നിന്ന് സ്തോത്രം അസാധാരണമായ ഒരു പ്രാർത്ഥനയുടെ തലത്തിലേക്ക് പൗലോസ് നീ എങ്ങനെ കയറിയേ? How did Paul, we know him as a big man, but how did he at Damascus become that extraordinary prayerful man? വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 12-ാം വാക്യം. കഴിഞ്ഞ ആഴ്ച വായിച്ചാണ് അവിടെ തൊട്ട് തുടങ്ങാൻ ആഗ്രഹം. അപ്പോസ്തല 9 Acts chapter 9 verse 12, the first verse. മതിയമ്മാമേ, അവൻ പ്രാർത്ഥിക്കുന്നു. ദമസ്കോസിൽ നിന്ന് സ്തോത്രം അവർ എൻകൗണ്ടർ ലഭിച്ചതിന് ശേഷം ആദ്യമായി പൗലോസിനെ കുറിച്ച് പറയുന്ന പദമാണ് അവൻ പ്രാർത്ഥിക്കുന്നു. And he was praying. ആ ഒരു പദമാണ് പൗലോസിനെ കുറിച്ച് അവിടെ പറയുന്നത്. That's the thing that's talking about Paul here. 22-ാം വാക്യത്തിലേക്ക് നിങ്ങൾ നോക്കിക്കുക, അതേ അധ്യായം 22. ശൗൽ മേൽക്കുമേൽ ശക്തി പ്രാപിക്കുകയാണ്. അപ്പോൾ ഒരു പ്രാർത്ഥനാ മുറിക്കകത്ത് ഒരു ഭക്തൻ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ അവൻ താഴോട്ട് പോകുകയല്ല, അവൻ്റെ ആത്മീയ തലത്തിനകത്ത്, അവൻ്റെ ശുശ്രൂഷ തലത്തിനകത്ത്, പ്രാർത്ഥനാ ജീവിതത്തിനകത്ത്, ആത്മീയ ജീവിതത്തിനകത്ത് അവൻ മേൽക്കുമേൽ 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 ശക്തി പ്രാപിക്കുകയാണ്. Once a man goes into prayer, he's not going down, but he is going in spiritual level from one level to the other to the other. പൗലോസ്
ഈ കാര്യം പൗലോസിന്റെ കാര്യം മനസ്സിലായി. ഞാനിങ്ങനെ ക്രിസ്തുവിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും. മകൾ ശ്രദ്ധിക്കണമേ, പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ശക്തി പകരുന്നുണ്ട്. So as Paul is praying, he knows something is happening within inside of അപ്പൊ him. പൗലോസിന് മനസ്സിലായി, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ശക്തിയൊക്കെ ഉണ്ട്, ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. എൻ്റെ മേൽ പകർന്നിരിക്കുന്ന പ്രാർത്ഥനയും എൻ്റെ മേൽ പകർന്നിരിക്കുന്ന ആത്മീയ നിയോഗത്തിൻ്റെ കാഴ്ചപ്പാടും എനിക്ക് അടുത്ത തലമുറയിലേക്ക് പകരപ്പെടുവാൻ എനിക്ക് ഈ പ്രാർത്ഥന പോരാ. Paul realized that this prayer that he has, it shouldn't just belong to me, the power that he has, but it should go on to the next generation that is ahead of നിങ്ങൾ ഒരിക്കലും him. ചിന്തിക്കരുത് ചർച്ചിലെ പാസ്റ്റർമാർക്ക് കിട്ടുന്ന 2 മണിക്കൂർ കൊണ്ട് നമ്മുടെ തലമുറകൾ അല്ലെങ്കിൽ എനിക്കും നിങ്ങളെയോ അല്ലെങ്കിൽ എനിക്ക് തലമുറകളെയോ മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾ ഒരിക്കലും We should ചിന്തിക്കരുത്. never think in the 2 hours we are here, Pastor, can never change you sitting over here or any of you sitting here. സഭ അതിനകത്ത് വഴി കാണിച്ചു കൊടുക്കും. തിങ്കൾ തൊട്ട് ശനി വരെ നടക്കേണ്ടത് അവരവരാണ്. The church will show the way, but Monday through Saturday it is your അതിന്റെ responsibility to അർത്ഥം walk. മാതാപിതാക്കൾക്കും പാസ്റ്ററിനും ചർച്ച റെസ്പോൺസിബിലിറ്റി ഇല്ലെന്നല്ല. തീർച്ചയായിട്ടും അവർ ഉപദേശിക്കേണ്ട റെസ്പോൺസിബിലിറ്റി പാസ്റ്റർമാർക്കും മാതാപിതാക്കൾക്കും ഉണ്ട്. It's not that we have the responsibility, we do have the responsibility to train them up. അപ്പോൾ തന്നെ മാതാപിതാക്കൾക്കും യൗവനക്കാർക്കും അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. And you yourself, old and young, have their own അതുകൊണ്ട് വളരെ ഗൗരവമായി responsibilities. നിങ്ങൾ എല്ലാവരും So കേൾക്കുക. you must take it very അപ്പൊ seriously. പൗലോസ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു എന്ന് പറയാൻ So കഴിയും. as Paul is increasing പക്ഷേ in his spiritual പൗലോസ് അവിടം life, കൊണ്ട് നിർത്തിയില്ല. but he didn't end there. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് നാം ഒരുമിച്ച് അടുത്ത് വരുമ്പോൾ Galatians chapter 1, അതിന്റെ 15 മുതൽ വാക്യങ്ങൾ 17 വരെ ഞാൻ ഒന്ന് കഴിഞ്ഞ വായിച്ച വേഗത്തൊന്ന് പറഞ്ഞു വിട്ടേരെ. verse 15 to 17. ആ ആ ആ ആ ഓക്കെ. ഏകദേശം 3 വർഷക്കാലം പൗലോസ് ഒറ്റയ്ക്ക് അറേബ്യയിൽ പ്രാർത്ഥനാ മുറിയിൽ ജാഗരൂകനായിരുന്നു. So Paul in Arabia is hiding in a prayer room praying for 3 ഞാനൊരു years. കാര്യം പെന്തക്കോസ്ത് സമൂഹത്തിനകത്ത് വളരെ ഗൗരവമായിട്ട് പറയാം. നമുക്കുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ മൂല്യച്യുതി അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറയുന്നത് നാം ഒന്ന് ശക്തിപ്പെട്ടാൽ നാം എന്തൊക്കെയോ നേടി അല്ലെങ്കിൽ ദൈവത്തിൽ എന്തോ എനിക്ക് പ്രാപിച്ചു എന്നുള്ള ചിന്ത നമുക്ക് എല്ലാവർക്കും എവിടെ ഉണ്ട്. Once we go into the prayer room, we always think that we have received something in our lives. പക്ഷെ നിങ്ങൾ പാടുമ്പോൾ ദൈവ സാന്നിധ്യം ചലിക്കുമായിരിക്കാം. When you pray, maybe the Spirit of God will നിങ്ങൾ move. ഇവിടെ ലീഡ് ചെയ്യുമ്പോൾ ദൈവ സാന്നിധ്യം When you ചലിക്കുമായിരിക്കാം. lead here, the Spirit of God പക്ഷെ will move. പരിശുദ്ധാത്മ പറഞ്ഞ അതുകൊണ്ട് നിങ്ങൾ But തൃപ്തിപ്പെടരുത്. the Holy Spirit saying you shouldn't just be satisfied with നിങ്ങൾക്ക് that. ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ ആത്മനിയോഗത്തോടെ ശക്തി പ്രാപിച്ചിട്ടും വീണ്ടും കർത്താവ് എനിക്കിത് പോരാ, എനിക്ക് വീണ്ടും ശക്തി വേണമെന്നുള്ള നിലവാരത്തിനകത്ത് ഒരു വ്യക്തി നിങ്ങൾ 1 മാസം മുമ്പ് ഒരുപക്ഷെ നിങ്ങളെ സ്തോത്രം അസൈൻ ചെയ്യുന്നതായിരിക്കാം. അന്ന് മുതൽ നിങ്ങൾ എന്നാണ് പാടുന്നത്, എന്നാണ് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നത്, എന്നാണ് നിങ്ങൾ പാടുന്നത്, എന്നാണ് ഇവിടെ ലീഡ് ചെയ്യുന്നത്, അത് അന്ന് മുതലേ ഉപവാസത്താലും പ്രാർത്ഥനയാലും നിങ്ങൾക്ക് പാടുവാനും ഇൻസ്ട്രുമെന്റ്സ് വായിക്കുവാനും തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയാം, ഇതൊരു പെർഫോമൻസ് വേദിയാകത്തില്ല. ആത്മശക്തിയുടെ നദി ഇങ്ങനെ ഒഴുകുന്ന വേദിയായിരിക്കും. As soon as you know you are assigned for worship, go into battle, go into fasting and prayer, and it wouldn't be a performance here, but the Holy Spirit will just take over and wash us over അതുകൊണ്ട് here. ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാർ മാത്രമല്ല ശുശ്രൂഷ So ചെയ്യുന്നത്. us as ministers shouldn't only minister നമ്മളെല്ലാം here, ഒരുമിച്ച് but ശുശ്രൂഷ us ചെയ്യുന്നത്. together we minister. അപ്പോൾ ഇവിടെ പറഞ്ഞ എനിക്ക് ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മേൽ കിടക്കുന്ന കോളിംഗ് എനിക്കറിയാം. So he's pleased to reveal his son to me. So Paul here knows the calling on his മോനെ, life. നിങ്ങളുടെ മേൽ കിടക്കുന്ന ഒരു കോളിംഗ് ഒരുപക്ഷെ ഈ പ്രായത്തിൽ ഇവിടെ വർഷിപ്പ് ലീഡ് ചെയ്യാനായിരിക്കും. So maybe it's your calling to lead worship here. അതാ കോളിംഗ് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ just ഉദാഹരണം പറയുക. I'm just saying an example here. പക്ഷെ ഇതെങ്ങനെ ദൈവസന്നിധിയിൽ മഹത്വകരത്തിന് കാരണമായി But മാറും? how do I give God glory in what I എന്നെ am കേൾക്കുന്ന doing? ഇവിടെ കേൾക്കുന്ന സഹോദരിമാരും പാട്ടുപാടുന്ന സഹോദരന്മാരും ശുശ്രൂഷയിൽ ഉള്ളവരെല്ലാം ഡിപ്പാർട്ട്മെന്റ് സെന്ററിലെല്ലാം കേൾക്കേണ്ടത്, കമ്മിറ്റി കേൾക്കേണ്ടത്, ബോർഡ് കേൾക്കേണ്ടത്, ഈ പാസ്റ്റർമാർ കേൾക്കേണ്ടത്, എല്ലാവരും കേൾക്കണം. നിങ്ങളുടെ മേൽ കിടക്കുന്ന ദൈവ നിയോഗത്തെ സഭയ്ക്കകത്ത് എങ്ങനെ ഒരു അനുഗ്രഹവും പ്രയോജനമാക്കി മാറ്റുവാൻ The കഴിയും. calling among you brothers and sisters, you need to recognize and know the need of how can I give God glory in what I am നിങ്ങൾക്ക് ഒരു doing. അറേബ്യൻ മരുഭൂമി That ഉണ്ടാകണം you need to have this. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദൈവമായിട്ട് വ്യക്തിപരമായി ആത്മനിയോഗത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന മുറി 5 മിനിറ്റ് അല്ല. ഞാറാമി സ്തോത്രം ഇതിന്റെ അല്ലെങ്കിൽ ശുശ്രൂഷന്റെ തലേന്ന് കർത്താവെ കാത്തോണം മുട്ടുമടക്കുന്ന കാര്യമില്ല ഞാൻ പറയുന്നത്. ആത്മനിയോഗത്തോടെ
spend time, അല്ലെങ്കിൽ spare time in the presence of God. എന്നിട്ട് വാ മക്കളെ, നിങ്ങൾക്ക് കാണാൻ കഴിയും രോഗികൾ സൗഖ്യമാകുന്നത്, പിന്മാറ്റക്കാർ മടങ്ങി വരുന്നത്, ദൈവത്തിന്റെ ആത്മാവിന്റെ ചലനത്തിനകത്ത് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. Once you come in here in a prayerful attitude, you will start to see the sick healed, the people who have gone away to come back into the presence of God. മക്കളെ, ആ നിലവാരത്തിൽ എത്ര പേർക്ക് How ആഗ്രഹമുണ്ട്? many have an eagerness to go into നിങ്ങൾക്ക് that എത്ര level? പേർക്ക് ആഗ്രഹം? ആ കരങ്ങളൊന്ന് സ്വർഗത്തിൽ How many ഉയർന്നിരുന്നത് of you have the desire to do കർത്താവിനാൽ that? പ്രയോജനപ്പെടുന്ന ആഗ്രഹമുള്ളവർ എത്ര How many of you പേരുണ്ട്? want to be used by God? മക്കൾ, നിങ്ങൾക്ക് എത്ര ഇവിടെ ഇരിക്കുക, നിങ്ങൾക്ക് എത്ര പേർക്ക് കർത്താവിനാൽ പ്രയോജനപ്പെടാൻ എത്ര How many പേർക്ക് of you want the ആഗ്രഹമുണ്ട്? desire to be used by ആഗ്രഹമില്ലേ? God? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? Do you have that എല്ലാ eagerness? ആ കരങ്ങളൊന്നും ഒരു ശുശ്രൂഷമാർ ഉൾപ്പെടെ ആഗ്രഹമുള്ള കരങ്ങളൊന്നും Can you ഉയർന്നിരുന്നാട്ടെ. raise your hands who has the കർത്താവ് desire? ഉപവാസത്തിന്റെ 12ാമത്തെ രാത്രിയിൽ പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇവിടെ ഉള്ള കുഞ്ഞുങ്ങളുടെ മേലും ഇവിടെ ഇല്ലാത്ത കുഞ്ഞുങ്ങളുടെ മേലും വന്നവരുടെ മേലും വരാത്തവരുടെ മേലും യേശുവിന്റെ നാമത്തിൽ അടുത്ത തലത്തിലേക്ക് കേറുന്ന പ്രാർത്ഥനയുടെ ഒരു അറേബ്യൻ മരുഭൂമിയുടെ അവസ്ഥകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ പകരപ്പെടുക. In the name of Jesus. യേശുവിൻ നാമത്തിൽ. അപ്പോ പൗലോസ് ആ നിലവാരത്തിൽ പ്രാർത്ഥിച്ചു കയറുന്നു. So Paul is getting into that prayer life here. പൗലോസ് ഇങ്ങനെ കയറുമ്പോൾ ഞാൻ മുൻപോട്ടങ്ങ് വേഗത്തിൽ പോവുകയാണ്. പൗലോസ് പറയാം, ഇങ്ങനെ ആഴമേറിയ ഒരു ബന്ധത്തിലേക്ക് പൗലോസ് അങ്ങ് കയറി. Paul is getting into this very special relationship with God അപ്പൊ here. പൗലോസ് പറയുന്നൊരു So Paul കാര്യമുണ്ട്. says one ഇന്ന് thing. പാസ്റ്റർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആമേൻ, സ്തോത്രം. പാസ്റ്റർക്ക് നല്ല ഫൗണ്ടേഷൻ ഉണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് ആമേൻ, എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയും. എങ്ങനെ കഴിയും? How can I be separated from the love of Christ? ആമേൻ. നോക്കിയേ, അതിന്റെ ഈ 35ാം വാക്യം, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കാൻ കഴിയുന്ന കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാഴ്ന്നോ നമ്മൾ പലകാലം ചേഞ്ച് അവൻ വായിച്ചു. അതിനകത്ത് അവിടെ ഈ സെപ്പറേറ്റ് എന്നുള്ളൊരു പദത്തിനകത്ത് കാണാൻ കഴിഞ്ഞത് ആമേൻ ഒരു വിൽ ഷാൾ, ഒരു ഫ്യൂച്ചർ ടെൻസിലാണ് ഞാൻ അതിനെ കണ്ടത്. And I see it here in the future tense. മക്കളെ, അവിടെ ഒന്ന് വായിക്കുക. ഗലേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായി തരാം. ഗലേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 35 ഒന്ന് നോക്കിക്കേ. ഗലേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 35. നോ, ഓ സോറി, റോമൻസ്. I'm sorry, റോമൻസ്. Yeah, 35. ഓക്കെ, അവിടെ കാണാൻ കഴിയുന്നത് ദൈവസന്നിധിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? What can separate me from the love of Christ? അതൊരു ആ സെപ്പറേറ്റ് എന്ന പദം അതൊരു ഇംപറേറ്റീവ് മോഡ് എന്ന് പറഞ്ഞാൽ സംഭവിച്ചതാണ്, ഇനി സംഭവിക്കാനുള്ളതുമാണ്. It's a separation. It has happened and it will happen. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. Pay ഒരു attention. പ്രാർത്ഥനാ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ചില കാര്യങ്ങൾ സംഭവിച്ചു. കർത്താവെ, എന്നെ കർത്താവ് നിലനിർത്തി. In prayer life, you can understand that God helped me and He പക്ഷെ strengthened me. ഇനിയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ സംഭവിച്ചാലും എന്നെ അതിനകത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നൊരു ഉറപ്പ്. How many have you that assurance that even if these things that will separate me will not separate me from the love of Christ? ഇങ്ങനെ ഒരു ആഴമേറിയ ബന്ധം പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവമക്കൾക്ക് വേണം. The children of God need this type of prayerful attitude when we go into the ഇല്ലെങ്കിൽ നാം prayer room. എവിടേക്കോ പുറത്തു പോകും. Somewhere else we'll just go away. നിരാശയോ പ്രതികൂലങ്ങളോ ഇല്ലെന്നല്ല, നിരാശകൾ ഉണ്ടാകും, വേദന ഉണ്ടാകും. പക്ഷേ അതിനകത്ത് നിന്ന് പൗലോസ് തന്നെ പറയുന്നുണ്ട്, ലേഖനം പഠിക്കുക, 2 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, എനിക്ക് നിരാശ തോന്നുമാറ്, എന്നാൽ നിരാശ തോന്നും ഉറപ്പാണ്. പക്ഷേ അപ്പോഴും പറയേണ്ടത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിനകത്തേക്ക് പ്രാർത്ഥനാ മുറിയിൽ ഒരുവൻ കയറിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫെലോഷിപ്പിനകത്ത് അവൻ വിളിച്ചു പറയുന്ന കാര്യമുണ്ട്, കർത്താവേ, എനിക്ക് കഷ്ടതയായാലും എനിക്ക് പട്ടിണിയായാലും എനിക്ക് നഗ്നതയായാലും എനിക്ക് എന്നാ കാര്യം സംഭവിച്ചു എന്ന് പറഞ്ഞാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ലെന്ന് ഒരു പ്രാർത്ഥനാ മനുഷ്യൻ ആത്മാവിൽ പറഞ്ഞിരിക്കും. Paul is a prayerful man. He says tribulation, distress or persecution, no matter what, once he into the prayerful life, nothing shall മക്കളെ, separate അത് me from the love of കുറച്ചുകൂടെ Christ. അതിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ 8:38 വായിച്ചാൽ 38 ഒന്നിട്ടെ. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളവനോ വരുവാനുള്ളവനോ 39 ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയുകയില്ല. അടുത്ത വാക്കാണ്, എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. For I am persuaded എന്നൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. ആ ഉറച്ചിരിക്കുന്നു. നമുക്ക് എനിക്കങ്ങ് ഉറപ്പാ. പണ്ട് കാലങ്ങൾ പറയാറുണ്ട്, 6 ഉറപ്പാ,
കറക്റ്റാ ബിനുമാമേ, കുറുപ്പിന്റെ ഉറപ്പ്. ആ ഉറപ്പല്ല ഞാൻ ഈ I'm not പറയുന്നത്. talking about that assurance there. നമ്മളൊരു ഉറപ്പായിട്ടും, ഈ ഉറപ്പെന്ന് പറഞ്ഞാൽ പാടാ സംഭവിക്കാൻ. It's something hard to പക്ഷെ perceive. പൗലോസ് ഇവിടെ പറഞ്ഞത് ഞാൻ ഉറച്ചിരിക്കുന്നു. But Paul is saying, I assuredly എന്താ, know. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വരുവാനുള്ളവനോ ഇപ്പോഴുള്ളത് ഉയരത്തിന് ആഴത്തോ യാതൊരു സൃഷ്ടിക്കോ യാതൊന്നിനും എന്നെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് വേർപിരിക്കാൻ കഴിയത്തില്ലെന്ന് ഞാൻ That ഉറച്ചിരിക്കുകയാണ്. I am full assurance, death nor life, or angels or rulers, nothing can separate me from the love ആ of Christ. ഉറപ്പെന്ന വാക്കിന്റെ ഗൗരവമായ ചിന്ത എന്ന് We need പറയുന്നത്, to understand the assurance of that his there. കാൽവറിയിൽ കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം ഒരു വാക്ക് പറഞ്ഞു, "Tetelestai, it is finished" എന്നൊരു വാക്ക് Christ പറയുന്നുണ്ട്. says on the cross of Calvary, it is finished, tetanized. എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഉറപ്പ് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? Do you have any doubt after him saying that? ബെനിച്ച ഡൗട്ട് ഉണ്ടോ? ഇല്ല, ആർക്കും ഡൗട്ട് ഇല്ല. Nobody has that doubt. ആർക്കും ഡൗട്ടില്ല, കർത്താവായ യേശു ക്രിസ്തു ഫിനിഷ് ചെയ്തിട്ടുണ്ട്. Nobody has a doubt that Christ has അതൊരു finished it. ഉറപ്പാ. That's a full അത് assurance. കാലഘട്ടങ്ങളെ രണ്ടായി തിരിച്ചത്. That's why it's separated അവൻ into. ഇന്ന് പകൽക്കാലം ആത്മാവിലും മനസ്സിലാക്കേണ്ടത്, അവൻ അതേ ഉറപ്പ് ആർക്കും സംശയമില്ലെങ്കിൽ പൗലോസ് പറയുകയാണ്, ഈ ഉറപ്പ് എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് പറയാൻ കഴിയും. That with Paul, after experiencing, he's saying, in my life, I know that nothing can separate me. പെന്തക്കോസ്തുകാരെ, 40, 50, 3, 2 തലമുറയായവരെ എത്ര പേർക്ക് ആ ഉറപ്പോടെ പറയാൻ കഴിയും? How many second, third generation Pentecostals can you say with full assurance there? നാമെല്ലാം പ്രാർത്ഥനാ മുറി പോരാടാനിരിക്കുന്നവരാ. We're all spiritually warfaring. എല്ലാവരും how hard I am contending for എന്ന് പറയുന്നവരാ. We're always saying, how hard am I ഇന്ന് contending for you? പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കണം. That the Holy Spirit continue എന്റെ fall upon us. ജീവിതത്തിനകത്തെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയത്തില്ലെന്ന ഉറപ്പ് നിങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ In our പ്രാപിച്ചെടുക്കണം. prayer rooms, we need to come to the assurance that nothing can separate me ഓ, from എത്ര Christ. പേർക്ക് ആഗ്രഹമുണ്ട്? How many have that desire അങ്ങനെ of that? അക്കരങ്ങൾ കർത്താവ് ഒന്ന് കാണട്ടെ. Amen. ആമേൻ. ഓക്കേ, അങ്ങനെ പൗലോസിന്റെ ബന്ധം So വർദ്ധിക്കുക. Paul's relationship with Christ is getting better ഞാൻ here. ഇങ്ങനെ നമ്മുടെ ഭാഷ ഒരു ബെസ്റ്റ് ഫ്രണ്ടായി മക്കളെ കർത്താവ് മാറുക. So Paul's becoming best friends with Christ. അപ്പൊ പൗലോസ് മനസ്സിലായി, യേശുവിനെ അധികമായി യേശുവിനെ ഇഷ്ടപ്രകാരമുള്ള ഒരു പ്രാർത്ഥനയിലേക്ക്, ഒരു ബന്ധത്തിനകത്തേക്ക് പൗലോസ് കയറാൻ Paul's തയ്യാറായി. getting into a level where Christ loves that prayer life. ആമേൻ. അപ്പോൾ പൗലോസിന് മനസ്സിലായ ഒരു കാര്യമുണ്ട്. So Paul understands one thing. ഞാൻ ദൈവവുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ ആത്മാവിൽ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ദൈവത്തിന് അധികം ഇഷ്ടമാണ്. That if Paul knows that if I talk to God more in the spirit, God really loves that. ഹലോ, എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? Are you with ആമേൻ. me? നോക്കിയേ, എന്ന് പറഞ്ഞാൽ അധികം കർത്താവിന് ഇഷ്ടമാണ്. That God loves extra. നിങ്ങൾക്ക് അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? Have you ever thought of that? എപ്പോഴെങ്കിലും ഞാൻ കർത്താവിൽ ആരാധിക്കുന്നതും ഞാൻ കർത്താവിൽ പ്രാർത്ഥിക്കുന്നതും ആത്മാവിൽ ജാഗരിക്കുന്നതും എൻ്റെ കർത്താവിന് ഇഷ്ടമാണെന്ന്, എൻ്റെ മണവാളിന് ഇഷ്ടമാണെന്ന് അവൻ എത്ര പേർക്ക് യഥാർത്ഥത്തിലും How many തോന്നിയിട്ടുണ്ട്? of you know the way I pray, the way I worship, I know that God really loves it. സ്തോത്രം. പൗലോസിന്റെ പ്രാർത്ഥനയുടെ കണ്ടന്റിംഗ് ഫോർ അങ്ങനെ തലത്തിലേക്ക് കയറുന്നത് കണ്ടോ? You see how his levels increasing in his നിങ്ങൾക്ക് contention? ഇന്നു വരെ തോന്നിയിട്ടില്ലെങ്കിൽ ഈ 12ാമത്തെ പകലോട്ട് നമുക്ക് തോന്നി തുടങ്ങണം. That we need to understand this even after day 12 മക്കളെ, here. നിങ്ങളുടെ പ്രാർത്ഥന യേശുപ്പച്ചന് ഇഷ്ടമാകുമെന്നും അല്ലെങ്കിൽ ആ നിലവാരത്തിൽ യേശുപ്പച്ചന് ഇഷ്ടമുള്ള പ്രാർത്ഥനയായി എനിക്ക് പ്രാർത്ഥന കൊണ്ട് നടക്കണമെന്ന് നിങ്ങൾക്ക് അങ്ങനെ തോന്നി തുടങ്ങണം. You need to have the desire of Jesus Christ loving the way I pray to him. എത്ര പേർക്ക് ആഗ്രഹം? വീണ്ടും ഞാൻ ചോദിക്കാം, എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? How many have that eagerness or desire എങ്ങനെ to ഒരു do so? ആത്മാവ് ചലിക്കട്ടെ Let the ഇതിനകത്ത്? spirit of the God move here. അങ്ങനെ ആഗ്രഹത്തിനൊരു Let ആത്മാവ് us receive ചലിക്കട്ടെ. that desire to spend ആത്മാവ് അങ്ങനെ time. ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ ഇട്ട് കയറട്ടെ. Let that desire be given into your ആമേൻ. heart. സ്തോത്രം. അങ്ങനെ ആമേൻ ആത്മനിയോഗത്തിൽ ചലിക്കുന്നവർ നമ്മൾ. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത് ലേഖനത്തിനകത്ത് ഫസ്റ്റ് കൊരിന്ത് ചാപ്റ്റർ 14 ഒന്ന് വന്നാട്ടെ. ഫസ്റ്റ് കൊരിന്ത് ചാപ്റ്റർ 14 അതിന്റെ 14-15 ഒന്ന് വായിച്ചേ. ആ ആ അമ്മാമ 40 ഒന്ന് വായിച്ചതിന് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു. ആ ആ ആ ആ മതി. അപ്പം കണ്ടോ, അതിൻ്റെ അവസാനത്തം തൊട്ട് തുടങ്ങാം. എങ്ങനെയൊക്കെ പാടും? ആത്മാവ് കൊണ്ടും പാടും. എല്ലാവരും ആത്മാവ് കൊണ്ടും പാടും. I will sing with praise. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ഉള്ളവരെല്ലാം ഒന്ന് പറഞ്ഞേ, ആത്മാവ് കൊണ്ടും പാടും, ബുദ്ധി കൊണ്ടും പാടും. I will sing with praise and ചോദ്യം, mind. നിങ്ങൾ ഇവിടെ നിന്ന് പാടിയത് എങ്ങനെ? How did you sing here? ഈ താളത്തിലോ In this അതോ way ആത്മനിയോഗത്തിലോ? or in a spiritual way?
ജീസസ്. നിങ്ങൾ ഹാർട്ട് ഓഫ് വർഷിപ്പ് എന്നൊരു പാട്ട് നിങ്ങൾക്ക് അറിയോ? You all know the song Heart of ഡു Worship. യു നോ ദ സ്റ്റോറി? 1990s In 1990, ഓർ മാറ്റ് റെഡാം എന്ന് പറയുന്ന ഒരു വർഷിപ്പ് ലീഡർ ചർച്ച ഇങ്ങനെ വർഷിപ്പ് the ചെയ്തുകൊണ്ട്. worship leader Matt Redman is leading worship in a അപ്പൊ അവരുടെ church. പാസ്റ്റർ മൈക്ക് എന്ന് പറഞ്ഞ പാസ്റ്റർ, ഇംഗ്ലണ്ടിലായ സംഭവം, മൈക്ക് എന്ന് പറഞ്ഞ പാസ്റ്റർ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസം തനിക്ക് മനസ്സിലായി ചർച്ചിനകത്ത് നല്ല ബാൻഡ് ഉണ്ട്. And the pastor Mike is looking at the church. He's realizing there's a nice band. ചർച്ചിനകത്ത് നല്ല മോഡേൺ ഇൻസ്ട്രുമെന്റ്സ് That ഉണ്ട്. there's so many modern instruments. ചർച്ചിനകത്ത് അങ്ങനെ നല്ല ആരാധന ഇങ്ങനെ In the നടക്കുക. church, there's nice worship പക്ഷെ happening. അദ്ദേഹം പറയും സംതിങ് ഈസ് മിസ്സിംഗ്, But he's saying something is missing. സംതിങ് ഈസ് There's മിസ്സിംഗ്. something missing. കാരണം എന്തോ മിസ് ചെയ്യുന്നുണ്ട്. There's something missing in അദ്ദേഹത്തിന് church. മനസ്സിലായി ആത്മാവിന്റെ ചലനം മിസ് ചെയ്യുക. That the spirit, the moving of the spirit ആ is not പാസ്റ്റർ there. ഭയങ്കര തീരുമാനമെടുത്തു. And the pastor took a decision. നോ മോർ മ്യൂസിക്. No more music. മകളെ നടന്ന സംഭവം എന്നെ കേൾക്കണം, മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിനെ കേൾക്കണം. It's what ഇത് happened. എല്ലാം മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് അല്ല കേട്ടോ, നിങ്ങൾ ദൈവം തന്നെ തെറ്റിയിരിക്കില്ല, അങ്ങനെയല്ല ഞാൻ ഈ പറയുന്നത്. ഡിപ്പാർട്ട്മെന്റ് ആ പേര് വിളിച്ചെന്ന് ഒരു ഡിപ്പാർട്ട്മെന്റ് എടുത്ത് പറയുമല്ല, ഞാൻ പറയാം പാട്ട് പാടുന്ന എല്ലാവരും കേൾക്കണം. Everyone that sings, നിങ്ങളുടെ praises. മനസ്സിൽ എല്ലാവർക്കും ഇതുണ്ടാകണം. This needs to be in your mind. അതായത് അവൾ പറയാം എനിക്കിനി ഇത് ഇനി കുറച്ച് നാൾ ഈ അടുത്തൊരു സീസൺ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇല്ലാതെ റോ ആയിട്ട് And this പാടുക. pastor saying no more instruments for this season, just raw voices singing. ആർക്കും അംഗീകരിക്കാൻ പറ്റിയില്ല. Nobody liked it. പ്രത്യേകിച്ച് വർഷിപ്പ് ചെയ്യുന്ന അദ്ദേഹത്തിന് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല. Especially the one who worshiping പാസ്റ്റർ didn't പഴയ like it. നിയമം പഠിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയല്ലേ കാണുന്നത്. കൈത്തേളങ്ങൾ, മേളങ്ങൾ, 10 കമ്പിയുള്ള കിന്നരങ്ങൾ, ദാവീദ്, ഇതെല്ലാം ഇൻസ്ട്രുമെന്റ്സ് വെച്ചല്ലേ ചെയ്തത്. പിന്നെ എന്താ ഞങ്ങൾക്ക് പാടിയാൽ? And all the people in the Bible used instruments to worship God. പക്ഷേ ആ പാസ്റ്റർ അവരനുസരിച്ചു. So the pastor listened to ആ പാസ്റ്ററെ അവർ വർഷിപ്പ് ടീം So the അനുസരിച്ചു. pastor listened to the worship team. No, Or the pastor worship team അല്ല, listened to the pastor. worship team listen to the pastor. Yes. അങ്ങനെ തെറ്റിച്ചളയല്ലേ. Sorry. നോക്കിക്കേ അവരനുസരിക്കാൻ തക്കണ്ണോടെയായി. So they listened. മക്കളെ അങ്ങനെ പുറത്തു വന്നൊരു പാട്ടാണ് ദ ഹാർട്ട് ഓഫ് വർഷിപ്പ്. Out of that, the song came Heart ആ of Worship. ദൈവസഭയ്ക്കകത്ത് വലിയൊരു And ഉണർവുണ്ടായി. the awakening happened in ആമേൻ. the church. നിങ്ങൾക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ ഇവിടെ ആരാധനയ്ക്ക് വരുന്നവർക്കറിയാം, Those who know coming Monday to ഉപവാസ Friday പ്രാർത്ഥന know ഒരു മ്യൂസിക്കും that ഇതിനകത്തില്ല. there is no music. പാട്ട് പാടി ടമ്പേർ അടിച്ച് ചിഞ്ചിലി കുറ്റം പാടി ആരാധിക്കുന്ന ഒരു നിയോഗം നിങ്ങളെല്ലാം That കണ്ടതാ. you guys see the moving of God with just ഇന്ന് vocals പകൽക്കാലം here. നിങ്ങൾ ഇവിടുന്ന് ആരാധിക്കുന്ന മുൻപേ അമ്മ വായിച്ചതുപോലെ നിങ്ങൾ ഇവിടുന്ന് ആരാധിക്കുന്നത് ബുദ്ധിയിൽ ആരാധിക്കരുത്. That do not worship here with your mind. നമുക്ക് ദൈവിക ജ്ഞാനം വേണം, ജ്ഞാനം തീർച്ചയായിട്ടും Yes, വേണം. you need the knowledge of the അവൻ mind. ബുദ്ധിയിൽ ഇൻസ്ട്രുമെന്റ്സ് വായിക്കരുത്. Do not play with just your knowledge. സ്പിരിറ്റിൽ നിങ്ങൾ But വായിക്കണം. spiritually, you need to play. ആമേൻ. സ്തോത്രം. ആമേൻ. സ്പിരിറ്റിൽ നിങ്ങൾ വായിക്കണം. You need to play your instrument spiritually. ആൻഡ്രൂ സ്പിരിറ്റിൽ വായിക്കണം. Spiritually മോനെ play. സ്പിരിറ്റിൽ വായിക്കണം. Amen. മക്കളെ സ്പിരിറ്റിൽ വായിക്കണം മോനെ. മക്കളെ നിങ്ങൾ സ്പിരിറ്റിൽ പാടണം. ആമേൻ. സഹോദരിമാരെ നിങ്ങൾ സ്പിരിറ്റിൽ കൈയടിക്കണം. സഹോദരന്മാരെ നിങ്ങൾ സ്പിരിറ്റിൽ കൈയടിക്കണം. സഹോദരിമാരെ ആമേൻ സ്തോത്രം, നിങ്ങൾ എന്ത് ചെയ്യണം? സ്പിരിറ്റിൽ പാടണം. That you need to sing in spirit. ഞാൻ ഈ പാട്ട് പാടുന്നവരെ ഇവരെ ഒന്നും ഞാൻ കുറച്ചാണ്. നിങ്ങൾ ഈ പറഞ്ഞ നമുക്ക് എല്ലാവർക്കും നമുക്കെല്ലാവർക്കും This ഉള്ള is ദൂത. for, not just for some of you, but for all of us ഈ here. സ്പിരിറ്റിൽ നാം ആത്മാവിൽ കൈകാര്യം That ചെയ്യണം. once we in spirit we worship. അങ്ങനെ ഈ ദൈവസഭ ഉയർന്നു That വരണം. the church needs to move in ഓ that way. യേശുവിന്റെ In the name of നാമത്തിൽ Jesus. യേശുവിന്റെ In the mighty നാമത്തിൽ name of Jesus. കർത്താവ് എൻ്റെ കുഞ്ഞെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം വായിക്കുമ്പോൾ As we കർത്താവേ play, ഇവരുടെ മേൽ ആ സ്പിരിറ്റിന്റെ വ്യാപാരം and let ഉണ്ടാകട്ടെ. your spirit fall upon ഒരു them. ആത്മാവിന്റെ ചലനം Let അവരുണ്ടാകട്ടെ. your spirit fall upon them all. ആത്മാവിന്റെ കുഞ്ഞുങ്ങൾ കീബോർഡിൽ കൈവെക്കുമ്പോൾ, ഇൻസ്ട്രുമെന്റ്സ് കൈവെക്കുമ്പോൾ ആത്മാവിന്റെ ചലനം ഉണ്ടാകട്ടെ. Yes, Lord. Let your spirit. എന്റെ സഹോദരങ്ങൾ ഇവിടെ വന്നിരുന്ന് ആരാധിക്കുവാൻ വരും, അവരുടെ മേൽ ആത്മാവിന്റെ ചലനം ഉണ്ടാകട്ടെ. Let your spirit move among us. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. എൻ്റെ ടോപ്പിക്കല്ല, പക്ഷെ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തരാൻ പറയാം. വർഷിപ്പ് വാർ കോൾ. വർഷിപ്പ് ഈസ് എ വാർ The കോൾ. worship is a war call. ഈ വർഷിപ്പ് എന്ന് പറഞ്ഞെങ്കിൽ എനിക്കറിയത് എന്തുകൊണ്ട് ആ നിലവാരത്തെ പരിശുദ്ധാനെ പെട്ടെന്ന് കയറ്റുന്ന എനിക്ക് I'm അറിയുന്നില്ല. not sure why the Holy Spirit is moving me here. ആമേൻ. വർഷിപ്പ് ഈസ് എ വാർ കോൾ. Worship is a war ഈ call. വാർ കോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ആമേൻ. ഇപ്പം യുദ്ധങ്ങളൊക്കെ നടക്കുന്ന ഒരു That right സമയമാണ്. now war is going on. പക്ഷെ ഇപ്പൊ എല്ലാം ഒന്ന് ശാന്തമായി But വരികയാണ്. there's a peace that's മക്കൾ നിങ്ങൾ happening ശ്രദ്ധിച്ച് right ഇപ്പൊ now. ഒന്ന് സൈലന്റ് ആയി വരികയാണ്.
That silence is happening പക്ഷേ right now. ഇപ്പോഴും അമേരിക്കൻ ആർമി ഇവിടുള്ള ആർമിയും ആർമിയുടെ ഓഫീസറും എല്ലാം വളരെ എന്താണ് ആ വാർക്കോളിന് വേണ്ടി ജാഗരൂകരായിട്ട് Yeah, അവരിയ്ക്കുകയാണ്. the U.S. Army is ready to go into war, waiting എന്ന് പറയാൻ here. എപ്പോ വിളിച്ചാലും they are ready. As soon as the call is ready, they are ready to go. എപ്പോ ഞായറാഴ്ച തലേന്നല്ല എന്നാൽ അടുത്ത ഞായറാഴ്ചത്തേക്ക് അവര് ഇന്നേ റെഡിയാ. Not the day before Sunday, but the week ദൈവമക്കൾ before എല്ലാവർക്കും that Sunday they are ready. This is for all വർഷിപ്പ് of എന്ന് you. പറയുമ്പോൾ ഇവിടെ വന്നിട്ട് പാടുന്നവർ മാത്രമല്ല So വർഷിപ്പ് എന്ന് worship is പറയുന്നത്. not just coming here and നമ്മൾ singing, എല്ലാവരും അതിന്റെ ഭാഗമാണ്. but we are all അപ്പൊ among ആരാധന this. ഒരു വാർക്കോളാ. So worship is a war call. ആത്മാവിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്തോത്രം. ചില തലേന്നെടുത്ത് ഡ്രസ്സ് തേച്ച് വെക്കും, രാവിലെ തേക്കുന്നവരുണ്ട്. ഇതല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ എന്ന് ആരാധന കഴിഞ്ഞ് ആശീർവാദം കഴിഞ്ഞ് പോകുന്നു, അന്ന് തൊട്ട് അടുത്ത നിമിഷം മുതൽ കർത്താവിനെ ആരാധിക്കുന്നത് ഫാമിലി പ്രയറിലായിരിക്കാം, ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയിലായിരിക്കാം, കുടുംബം നിങ്ങൾ ഭർത്താവും ഭാര്യ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഞായറാഴ്ച ആരാധനയ്ക്ക് വരുന്നതായിരിക്കാം. ഇതിനെ എല്ലാം ഓർത്ത് എപ്പോഴും സ്തോത്രം ചെയ്ത് അങ്ങനെയുള്ളതിനെ ഒരുങ്ങി 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 എപ്പോഴും ഇരിക്കുന്നതാണ് ഒരു ആരാധനയുടെ ഒരു വാർക്കോൾ എന്ന് The പറയുന്നത്. moment you leave from here after benediction, the prayer, the way you worship, it all is a war call. We're getting ready for the Sunday service you come here for. അങ്ങനെ വരുമ്പോഴാണ് ആ സ്തുതിക്കകത്ത് എരിഹോ കോട്ട തകർന്നു That's മാറുന്നത്. when the Jericho wall starts to fall in worship. എത്ര പേർക്ക് ഇത് മനസ്സിലാക്കാൻ How many of you കഴിയുന്നുണ്ട്? ഈ understanding of ദൈവസഭ that? അങ്ങനെ That കേറണം. this church needs to come up like ദൈവസഭ that. അങ്ങനെ The കേറണം. church needs to come up like അങ്ങനെ that. ആത്മാവിൽ കേറണം. And spiritually we need to come up like യേശുവിന്റെ that in the നാമത്തിൽ name of Jesus. അങ്ങനെ ഒരുങ്ങി വരണം. We need to come ready like that. പ്രാർത്ഥനയ്ക്ക് ഉഴപ്പരുത്. Do not go weary in your ഉപവാസത്തിൽ prayer. Do ഉഴപ്പരുത്. not go weary in your എനിക്കതിന് വരാൻ fasting. കഴിയാത്ത സാരിയെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട്, പക്ഷെ അതല്ല പറയുന്നത്. മനഃപൂർവ്വമായി ഉഴപ്പരുത്. Do not knowingly go മക്കളെ weary. നിങ്ങൾ ഓടി വരണം. You need to run. ഞാൻ കണ്ടു ഉപവാസ quickly. പ്രാർത്ഥനയ്ക്കകത്ത് 7:45 വന്നവരുണ്ട്. I know those who come 7:30, ഞാൻ നിങ്ങളെ 7:45. പ്രത്യേക അപ്രീഷിയേറ്റ് ഓടി വന്നല്ലോ നിങ്ങൾ. At least you came. അതിന് ഞാൻ പ്രത്യേക അപ്രീഷിയേറ്റ് And I ചെയ്യാം. appreciate you all നിങ്ങൾ for that. 5 മിനിറ്റ് വന്നിരിക്കണം നിങ്ങൾ. Even if in 5 minutes you need ആമേൻ. to come. കർത്താവ് സഹായിക്കട്ടെ. God will help you. ഓക്കേ, മുമ്പോട്ട്. അപ്പോൾ പൗലോസ് ഇങ്ങനെ So പ്രാർത്ഥിക്കുകയാണ്. Paul is praying like താൻ this. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ In the തുടങ്ങി. spirit he starts താൻ to ആത്മാവിൽ pray. പ്രാർത്ഥിക്കാൻ In the തുടങ്ങി. spirit he starts to അപ്പൊ ഈ pray. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ തനിക്ക് തന്നെ ആത്മീക സെൽഫ് എഡിഫൈ ചെയ്യുക. So as he speaks in tongues, he's self-edifying താൻ himself. ആത്മാവിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ So തുടങ്ങി. he starts praying in the അപ്പൊ spirit. പൗലോസ് എങ്ങനെ കണ്ടന്റ് ചെയ്യുന്ന ഒരു ഇതിലേക്ക് പോരാടുന്നതിന്റെ ഇതിലേക്ക് കയറി So വരിക. we're learning about how he's അപ്പൊ contending in ആത്മാവിൽ prayer. പ്രാർത്ഥിക്കാൻ തുടങ്ങും, അന്യഭാഷ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്റെ ഉള്ളിൽ ഇങ്ങനെ വർദ്ധിക്കുകയാണ്, ശക്തി So വർദ്ധിക്കുകയാണ്. as he's praying in the spirit and in the tongues, അപ്പൊ ഈ his spirit is ശക്തി increasing. വർദ്ധിക്കുമ്പോ എന്താ As സംഭവിക്കുന്നത്? it's increasing, what is happening? യൂദയുടെ ലേഖനം ഈ 1-20 വാക്യം ഒന്ന് വായിച്ചേ. എപ്പോഴും വായിക്കുന്ന വാക്യമാ. യാ ആ അത് വിശ്വാസം ആധാരമാക്കി. ആ ആമേൻ. മതിയമായ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു എന്ന് കാണുന്നുണ്ട്. Praying in the Holy Spirit, we see that there. അതിന്റെ മക്കളെ എല്ലാവർക്കും അതിന്റെ അർത്ഥം സിമ്പിൾ ആണ്. പ്രേ എയ്ഡഡ് ബൈ ദ സ്പിരിറ്റ്. That prayer is aided by the Spirit. ഇങ്ങനെ അർത്ഥം പറയാം. ദ സ്പിരിറ്റ് ബിക്കംസ് ഹോൾഡ് യുവർ ഹാൻഡ്സ് ആൻഡ് ലീഡ് ഇറ്റ് ടു ദ അതർ സൈഡ്. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഒന്നും കൂടെ പറയാം. ഇതൊരു വിഷയമാണ്. That this is a problem. ഇതൊരു വിഷയമാണ്. ഇതെങ്ങനെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ That is കിടക്കുകയെന്നിരിക്കട്ടെ. laying right there. ആമേൻ. ഒരുവൻ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, That when one's praying in the പ്രാർത്ഥിക്കാൻ Spirit, ആഗ്രഹമുള്ള എല്ലാവരും കേട്ടോണം. those who want to pray, ആത്മാവിൽ listen. പ്രാർത്ഥിക്കുമ്പോൾ മക്കളെ As you pray in the Spirit, പരിശുദ്ധാത്മാവിന്റെ കൈ ഇങ്ങനെ that the പിടിക്കുക. Holy Spirit will take my hand എന്നിട്ട് സ്പിരിറ്റിനെ ലീഡ് ചെയ്യും. and the Spirit will lead എന്തിനറിയാമോ? me. Why? ഇതിനെ മറികടന്ന് So I അപ്പുറത്തെത്താൻ. can overstep and get over here. ഇതാണ് പരിശുദ്ധാത്മാവിലെ പ്രാർത്ഥന എന്ന് This is പറയുന്നത്. the prayer life you pray കാരണം in the ഫിന്നിക്ക് ഇതിനെ Spirit. ഓവർകം ചെയ്യാൻ Because പറ്റത്തില്ല. Finney can't overcome ഫിന്നിക്ക് that. എങ്ങനെ എരിഹോ മതിലെ തകർക്കാൻ കഴിയും? Finney can't break the Jericho ഒരു wall. സൈന്യം എന്റെ നേരെ പാളയം പറയും, എനിക്ക് അതിനെ എങ്ങനെ ചാടിക്കടക്കാൻ കഴിയും? If a nation comes against me or something, I ഓ cannot എനിക്ക് എങ്ങനെ overcome. അത് പറ്റും? How do I do ഫിന്നിക്ക് that? അത് പറ്റത്തില്ല. Finney can't. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരു But കാര്യമുണ്ട്. one thing I believe, ആത്മാവിൽ ഒരുവൻ പ്രാർത്ഥിച്ചു that തുടങ്ങുമ്പോ, one prays in the Spirit, ആത്മാവിൽ അന്യഭാഷ when പ്രാർത്ഥിച്ചു one തുടങ്ങുമ്പോ, prays in the tongues, ആത്മാവിന്റെ ശക്തി അവന്റെ മേൽ the വരും. Spirit of God falls അവന്റെ upon him. കരത്തിലേക്ക് പരിശുദ്ധാത്മ പിടിക്കും. And the Spirit will take his hand. ഏത് വിഷയത്തിലാണ് നിങ്ങൾ സ്ട്രഗിൾ No ചെയ്യുന്നത്, matter what problem you're ഏത് going വിഷയത്തിലാണ് നിങ്ങൾ through, no സ്ട്രഗിൾ matter what ചെയ്യുന്നത്, problem you're going അവൻ through, അതിനകത്തുകൂടി ദൈവം നിങ്ങളെ നടത്തും. that God will lead you ഓ through it. എത്ര പേർക്ക് അത് How മനസ്സിലായി? many of you understand അതിനകത്ത് പുറത്തൂടല്ല, അതിനകത്തൂടെ that? നിങ്ങൾ Not നടത്തും. outside, but through that He എന്നിട്ട് will അവിടെ lead you. താഴ്ത്തിയിടുകയില്ല. That He's not taking it down. ആമേൻ.
മരണം നിഴലുണ്ടെങ്കിലും നിങ്ങൾക്ക് അക്കരെ കടക്കാനിടയായി Even if തീരും. there is death you see, he will lead you എത്ര to the പേർക്ക് ആത്മാവിൽ promised മനസ്സിലാവുന്നുണ്ട്? land. How many of you understand? എത്ര പേർക്ക് ആത്മാവിൽ പിടികിട്ടുന്നുണ്ട്? നിങ്ങളുടെ കരത്തിൽ പിടിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. That the Holy Spirit that holds your അങ്ങനെ hands. പ്രാർത്ഥന ഇതിനകത്ത് ചലിക്കട്ടെ. That sort of prayer അങ്ങനെ start പ്രാർത്ഥന happening. ചലിക്കട്ടെ. Let us come in that അങ്ങനെ prayerful പ്രാർത്ഥന life. Let ചലിക്കട്ടെ. us come into that prayerful life. യേശുവിന്റെ In the നാമത്തിൽ name of പ്രാർത്ഥന Jesus, ചലിക്കട്ടെ. let it happen. എത്ര പേർക്ക് ആത്മാവിൽ How മനസ്സിലാക്കാൻ many of you in കഴിയുന്നുണ്ട്? the Spirit പറ, understand നിങ്ങൾ അനുഭവിക്കുന്ന സകലം ഏറ്റെടുത്ത്, that whatever you're going through, take it in your നിങ്ങൾ thoughts. അനുഭവിക്കുന്ന സകലം മനസ്സിൽ കണ്ട്, Take it in your thoughts what you're going through. ഭർത്താവോ ഭാര്യയുടെ മക്കളുടെ ഏത് സകലം കണ്ട്, Whatever your husband or your wife or ആത്മീയ your ഭൗതികം children, ശാരീരിക മാനസികം ഏത് സകലം കണ്ട്, your health, finance, whatever problem മക്കളെ it നിങ്ങളുടെ is, സകല എഡ്യൂക്കേഷൻ ആയിരിക്കാം, whether it's education, സ്പിരിച്വൽ ലൈഫ് ആയിരിക്കാം, spiritual life, അഡിക്ഷൻ ആയിരിക്കാം, addiction, ഏത് തന്നെയായാലും whatever it is, വിശ്വസിക്കും നിന്റെ കരത്തിൽ പരിശുദ്ധ do പിടിക്കും. you believe the Holy Spirit മോനെ comes വിശ്വാസമുണ്ടോ? upon you? Do you നിന്റെ believe കരത്തിൽ കർത്താവ് that the പിടിക്കും. Holy Spirit will take നിന്റെ your കരത്തിൽ hand? കർത്താവ് പിടിക്കും. The Holy വെളിവിലെ Spirit കൈയുടെ will take കർത്താവ് your- പിടിക്കും. മോനെ In the കർത്താവ് name of പിടിക്കും നിന്റെ Jesus, കരത്തില്. He will മോനെ hold നിന്റെ your കരത്തിൽ hand. കർത്താവ് പിടിക്കും. He will വിശ്വാസമുണ്ടോ? hold your hand. വിശ്വാസമുണ്ടോ? Do you മോനെ നിന്റെ believe? കരത്തിൽ കർത്താവ് പിടിക്കും. Do you believe കർത്താവ് it? പിടിക്കും നിന്റെ He കരത്തില്. will hold your എത്ര hand. പേർക്ക് ആത്മാവിൽ ചലിക്കാൻ How many ആഗ്രഹമുണ്ട്? understand in the അതിന്റെ Spirit അകത്തൂടെ നടത്തും. that He will lead you through it? തീച്ചൂളക്കകത്ത് നിങ്ങളെ ഇട്ടാലും തീരെ ബലത്തെ കെടുത്തുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി Though you are put in the fire, He will give you the power to lead you through it. യൂദയാത്മാവിൽ പറയുക, Judah saying in the നിങ്ങൾ Spirit, പരിശുദ്ധാത്മ നിങ്ങൾ നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ in പ്രാർത്ഥിക്കുകയും Holy ചെയ്യണം. Spirit, and praying in the Holy Spirit. അപ്പൊ പൗലോസ് അങ്ങനെ ഉണ്ടല്ലോ. ആമേൻ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പൗലോസിന് മനസ്സിലായി, ഞാൻ എൻ്റെ കരത്തിൽ പിടിച്ച് എൻ്റെ വിഷയങ്ങൾ മറികടക്കാൻ ശ്രദ്ധിച്ചോട്ടണം. എൻ്റെ വിഷയങ്ങൾ മറികടക്കാൻ എന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കരത്തിൽ പിടിക്കുമെങ്കിൽ ഞാൻ മറ്റൊരുവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ആ കരം എന്നെ വിടത്തില്ല. Paul realizes the power that's in me and allows എത്ര me to പേർക്ക് ഇത് go through. മനസ്സിലായി? How many of you understand സ്തോത്രം. the name of Jesus? Come with me. എന്താണ് ഇന്റർസെഷൻ? What is intercession? എന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു I കേൾക്കണം. need you to pay attention. ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ല. എനിക്ക് പരിശുദ്ധ കൈ പിടിച്ച് ഓർത്തോണേ, ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ല. I'm not praying for myself. ആമേൻ. സ്തോത്രം. ഞാൻ ചെയ്യുന്നത്, ഞാൻ ജോഹാനെ കണ്ടു. I see Johan. ജോഹാന്റെ പേര് എനിക്ക് മനസ്സിലായി. I understand Johan's name. എന്തേ? ഞാൻ ജോഹാനെ ഇങ്ങനെ ക്യാരി ചെയ്യും. That I will carry Johan. എന്നിട്ട് മോനെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചേ. And then ഞാനല്ല, എനിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ ഒക്കത്തില്ല. I can't stand by myself. ഞാൻ ഇങ്ങനെ നടക്കും. I walk together. ഞാൻ ഇങ്ങനെ നടക്കും. I walk together. എന്നെ ഈ പേരുമായിട്ട് ക്യാരി ചെയ്ത് ഓവർകം ചെയ്യാൻ എന്നെ സഹായിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്ന് ആത്മാവ് ദൂത് പറയുക. That in order for me to overcome, the Spirit of God has come upon me with ഇന്ന് പകൽ നിന്റെ വിഷയം നിനക്ക് ഭാരമാണോ? whether it's so much of a burden for ഇന്ന് your പകൽ problems. നിന്റെ വിഷയം നിനക്ക് Is your ഭാരമാണോ? problems too much of a burden? നിനക്കതിനെ മറികടക്കാൻ പറ്റത്തില്ല. Are you not able to overcome it? ഓ, പക്ഷെ നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്ന യഹോവയുണ്ട്. But there's a Jehovah that holds അവൻ your hand. മരണത്തെ ജയിച്ചവൻ, And He will let you overcome പാതാളത്തെ it. മരണത്തെ താക്കോലുള്ളവൻ. ഈ 12ാമത്തെ പകലിൽ ആ ദൈവശക്തി Let the power of വ്യാപരിക്കട്ടെ, God, it guys that comes upon വ്യാപരിക്കട്ടെ. you. ഇങ്ങനൊരു പ്രാർത്ഥന മുറി ആർക്ക് ആഗ്രഹം? Who has a desire to have this prayer room? എത്ര പേർക്ക് How ആഗ്രഹമുണ്ട്? many have the desire? നിങ്ങളല്ല, നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. Without this, you cannot move പക്ഷെ forward. നിങ്ങളുടെ കയ്യിൽ പിടിക്കുന്ന ഒരു But there's ആത്മാവ്. one who holds your hand. ഓ, In the name of ഇന്ന് പകൽ എല്ലാ ദിവസവും എഴുന്നേറ്റ് നിന്നാട്ടെ.